അധ്യായം 21. പുതിയ ജോലി. സിദ്ധാർത്ഥ സ്വയം നിയന്ത്രിക്കാൻ ശ്രമിച്ചുകൊണ്ട് നീലിമയെ നോക്കി. അവൾ കിരണിനെ പറ്റിയാണ് പറയുന്നതെന്ന് അവന് മനസ്സിലായി. പക്ഷേ കമ്പനി സിദ്ധാർത്ഥിന്റേതാണ്. അപ്പോൾ മുതലാളിയുടെ സ്വഭാവ ദോഷത്തെപ്പറ്റി പറയുമ്പോൾ സിദ്ധാർത്ഥിന് തന്നെയാണ് കുറച്ചിൽ. ഇവളെ ഇനിയും സംസാരിക്കാൻ അനുവദിച്ചാൽ ശരിയാവില്ലെന്ന് തോന്നിയപ്പോൾ അവൻ ഉടനെ വിഷയം മാറ്റി. അല്ല, നിനക്ക് കമ്പനിയുടെ ഓണറെ മുൻപരിചയമൊന്നുമില്ലല്ലോ, പിന്നെന്തിനാ അറിയാത്തൊരാളെ ജഡ്ജ് ചെയ്യാൻ പോകുന്നേ? സിദ്ധാർത്ഥ് ചോദിച്ചു. അത് പിന്നെ ഞാൻ പുറത്തുനിന്ന് അറിഞ്ഞ കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ വായത്തോന്നിയത് പറയാൻ നിൽക്കണ്ട, സിദ്ധാർത്ഥ് അവളെ നോക്കി പറഞ്ഞു. അപ്പോഴും അവന് നീലിമയോട് ദേഷ്യപ്പെടാനൊന്നും സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഇയാൾ എല്ലാ സമയവും എന്തിനാണോ എന്തോ ഇങ്ങനെ മസിലും പിടിച്ച് സംസാരിക്കുന്നേ? നീലിമ മനസ്സിൽ ചിന്തിച്ചു. അവളുടെ കണ്ണുകൾ ശ്രദ്ധിച്ചപ്പോൾ അവൾ എന്തോ മനസ്സിൽ പറയുന്നുണ്ടെന്ന് സിദ്ധാർത്ഥിന് മനസ്സിലായി. അവൻ തന്നെ നോക്കുന്നത് കണ്ട് ഭയന്ന നീലിമ ഉടനെ അവിടെ നിന്ന് മാറി. രക്ഷപ്പെട്ടു. ഇനിയും അവിടെ നിന്നിരുന്നെങ്കിൽ കാലം ചിലപ്പോ കൊന്നേനെ, നീലിമ മനസ്സിൽ പറഞ്ഞു. സിദ്ധാർത്ഥ് അപ്പോഴും ഒരു ചെറു പുഞ്ചിരിയോടെ അവൾ പോയ ദിശയിലേക്ക് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. സിദ്ധാർത്ഥിന്റെ കസിനും സ്റ്റാർഡം മീഡിയയുടെ MD-യുമായ കിരൺ അവന്റെ മുറിയിലായിരുന്നു. അവൻ വളരെ അസ്വസ്ഥതയോടെ ബെഡിലിരുന്നു. സിദ്ധാർത്ഥ് തന്നോട് അത്രയൊക്കെ പറഞ്ഞിട്ടും ഒന്നും തിരിച്ചു പറയാൻ സാധിച്ചില്ല. കിരൺ ഒരു ബിയർ ബാഷമേൽ നിന്ന് എടുത്ത് പൊട്ടിച്ചു കുടിച്ചു. എല്ലാം എന്റെ ഗതികേട്, കോപ്പ് ഞാനും കൂടെ അനുഭവിക്കേണ്ട സ്വത്ത ആ സിദ്ധാർത്ഥ് ഒറ്റയ്ക്ക് മുതലാളി കളിച്ച് നടക്കുന്നേ. അവൻ ആരാന്ന് അവന്റെ വിചാരം? കിരൺ പിറുപിറുത്തു. അവന്റെ മുഖത്ത് സിദ്ധാർത്ഥിനോടുള്ള പക പ്രകടമായിരുന്നു. സിദ്ധാർത്ഥ് അവസാനം പറഞ്ഞ വാക്കുകൾ കിരണിന്റെ മനസ്സിൽ മുഴുങ്ങി കേട്ടുകൊണ്ടിരുന്നു. അതോടെ നിയന്ത്രണം വിട്ട കിരൺ ദേഷ്യത്തോടെ തന്റെ കയ്യിലിരുന്ന ബിയർ കുപ്പി എടുത്ത് റൂമിലെ കണ്ണാടിയുടെ നേർക്കെറിഞ്ഞു. കണ്ണാടി പൊട്ടിച്ചെതറി. എന്നിട്ടും കിരണിന്റെ കലി തീർന്നില്ല. അവിടെയുള്ള ഫ്ലവർ ബസും മറ്റുമൊക്കെ നിലത്തേക്കെറിഞ്ഞ് ഉടച്ചുകൊണ്ടിരുന്നു. എന്തൊക്കെയോ പൊട്ടിത്തകരുന്ന ശബ്ദം കേട്ടുകൊണ്ടാണ് കിരണിന്റെ അച്ഛൻ രാംദാസ് അവിടേക്ക് വരുന്നത്. അയാൾ മുറിയിലേക്ക് കയറിയപ്പോൾ തന്നെ നിലത്ത് പൊട്ടിക്കൊടുക്കുന്ന ബിയർ കുപ്പി മറ്റുമാണ് കാണുന്നത്. കിരൺ, നീ എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നേ? എന്തു പറ്റി നിനക്ക്? കിരൺ അച്ഛന് മറുപടി കൊടുക്കാതെ ഒരു സിഗരറ്റ് എടുത്ത് കത്തിച്ച് വലിച്ചുകൊണ്ടിരുന്നു. തന്റെ മുന്നിൽ വെച്ചുകൊണ്ടുള്ള അവന്റെ ആ പ്രവൃത്തി രാംദാസിന് ഇഷ്ടമായില്ല. എങ്കിൽ അയാൾ അപ്പോൾ കിരണിനോട് അതിനെക്കുറിച്ചൊന്നും പറയാൻ നിന്നില്ല. കിരൺ, കാര്യം പറയുന്നുണ്ടോ? രാംദാസ് ചോദിച്ചു. ആ സിദ്ധാർത്ഥനെ ഓഫീസിലേക്ക് വിളിപ്പിച്ചിരുന്നു. സ്റ്റാർഡം മീഡിയ നഷ്ടത്തിലായത് ഞാൻ കാരണമാണെന്ന് പോലും കിരൺ പുച്ഛത്തോടെ പറഞ്ഞു. രാംദാസ് അതിന് മറുപടി പറഞ്ഞില്ല. കിരണിന്റെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയാണ് സ്റ്റാർഡം നഷ്ടത്തിലായതെന്ന് അയാൾക്ക് വ്യക്തമായി അറിയാവുന്ന കാര്യമാണ്. അല്ല ഡാഡ്, അവൻ ആരാണെന്നാ സിദ്ധാർത്ഥിന്റെ വിചാരം? അവന്റെ മാത്രം കമ്പനിയൊന്നുമല്ലല്ലോ. മുത്തശ്ശൻ അവന്റെ പേരിലെല്ലാം എഴുതി വെച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ ഗതികെട്ട് അവനോട് ഇപ്പൊ സംസാരിക്കേണ്ടി വരുന്നത്. അല്ലായിരുന്നെങ്കിൽ കാണായിരുന്നു. കിരൺ സിഗരറ്റ് വലിച്ചുകൊണ്ട് ദേഷ്യത്തോട് പറഞ്ഞു. രാംദാസ് അതിന് മറുപടി പറഞ്ഞില്ല. അവന് എന്ത് അധികാരമാണുള്ളത് എനിക്ക് വാർണിംഗ് തരാൻ? കിരൺ വീണ്ടും ചോദിച്ചു. കിരൺ, മതിയാക്ക്. സ്റ്റാർഡം മീഡിയ നഷ്ടത്തിലാക്കിയത് നീയല്ലാതെ പിന്നെ ആരാ? രാംദാസ് നിയന്ത്രണം വിട്ടു ചോദിച്ചു. അച്ഛൻ അങ്ങനെ സംസാരിച്ചപ്പോൾ കിരൺ വല്ലാതെയായി. കമ്പനിയിൽ വരുന്ന മിക്ക മോഡൽസും നിന്റെ സ്വഭാവം കാരണം ജോലി തരാൻ വേണ്ടാന്ന് വെച്ച് പോയത് ഓർമ്മയുണ്ടല്ലോ. മാത്രമല്ല അവിടെയുള്ള എല്ലാ ലേഡീസിനും നിന്നെക്കുറിച്ച് പരാതി പറയാനേ നേരുള്ളൂ, രാംദാസ് ദേഷ്യത്തോടെ പറഞ്ഞു. ഡാഡ്, ഇതൊക്കെ എന്തിനാ ഇപ്പൊ പറയുന്നേ? കിരൺ ചോദിച്ചു. പിന്നെ എപ്പോ പറയണം? നീ ഒറ്റൊരുത്തം കാരണമാണ് ആ സിദ്ധാർത്ഥ കമ്പനിയുടെ തലപ്പത്ത് വന്നത്. നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ മര്യാദക്ക് നിൽക്കാൻ. അങ്ങനെ നിന്നിരുന്നേ മുത്തശ്ശനതെല്ലാം നിനക്ക് തന്നേനെ. അതെങ്ങനെ? കുറച്ചെങ്കിലും വിവരം വേണ്ടേ? രാംദാസ് വീണ്ടും പറഞ്ഞു. ഡാഡ്, ഞാൻ... കിരൺ വാക്കുകൾ കിട്ടാതെ പതറി. ഇതിപ്പോ സിദ്ധാർത്ഥ് ലാസ്റ്റ് വാർണിംഗ് തന്ന സ്ഥിതിക്ക് ഇനിയെങ്കിലും മര്യാദക്ക് അവിടെ നിൽക്കാൻ നോക്ക്. അവൻ ജോലിയിൽ നിന്ന് എടുത്തു കളയുമെന്ന് പറഞ്ഞ അത് ചെയ്തിരിക്കും. ഓഫീസ് കാര്യങ്ങളിൽ ബന്ധം പോലും നോക്കാത്തവനാണ് സിദ്ധാർത്ഥ്, രാംദാസ് പറഞ്ഞു. അപ്പൊ ഡാഡ് എന്താ പറഞ്ഞു വരുന്നേ? ഞാൻ സിദ്ധാർത്ഥിന് അടിമയായി അവിടെ തന്നെ തുടരണമെന്നാണോ? കിരൺ ചോദിച്ചു. അതെ, പക്ഷെ മുൻപ് നിന്നതുപോലെയല്ല. ഇനി മുതൽ നീ നിന്റെ സ്വഭാവമൊക്കെ മാറ്റി നല്ലവനായി സിദ്ധാർത്ഥിന്റെ കൂടെ നിൽക്കാൻ നോക്ക്, രാംദാസ് പറഞ്ഞു. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, കിരൺ പറഞ്ഞു. ഡാ പൊട്ടാ, അങ്ങനെ നല്ലവരായി നിന്നാലേ നമുക്ക് നമ്മുടെ അവകാശം മേടിച്ചെടുക്കാൻ പറ്റൂ. സിദ്ധാർത്ഥിന്റെ ഈ മുതലാളി കളി കുറച്ചു കാലം കൂടെ സഹിക്ക്. നിനക്ക് അവകാശപ്പെട്ടത് നമുക്ക് നേടിയെടുക്കാൻ മോനെ. സമയമായിട്ടില്ല, അതുവരെ നീ ക്ഷമിക്ക്, രാംദാസ് കിരണിന്റെ അരികിൽ വന്നുകൊണ്ട് പറഞ്ഞു. അച്ഛൻ പറഞ്ഞത് ശരിയാണെന്ന് കിരണിനും തോന്നി. മര്യാദക്ക് നിന്നില്ലെങ്കിൽ ഉറപ്പായും ഇപ്പോഴുള്ള സ്ഥാനവും നഷ്ടമാവും. അതിനു മുമ്പ് എന്തെങ്കിലും ചെയ്തേ പറ്റൂ, കിരൺ മനസ്സിൽ ചിന്തിച്ചു. ഈ സമയം നീലിമ സിദ്ധാർത്ഥിന്റെ വീട്ടിലായിരുന്നു. അവൾക്ക് അവിടെ ബോറടിച്ചു തുടങ്ങി. ജോലികളൊക്കെ മല്ലികയും മറ്റും ജോലിക്കാരും ചെയ്യുന്നത് കൊണ്ട് നീലിമക്ക് ചെയ്യാൻ ഒന്നുമില്ല. അവളെ ജോലി ചെയ്യാൻ മല്ലിക സമ്മതിക്കാറുമില്ല. മല്ലിക ഉള്ളംകൈയിൽ വെച്ചാണ് നീലിമയെ കൊണ്ടു നടക്കുന്നത്. അത് സിദ്ധാർത്ഥിന്റെ ഭാര്യയോട് അവർക്കുള്ള മതിപ്പൊന്നുകൊണ്ട് മാത്രമാണ്. ഒന്നും ചെയ്യാനില്ലാതിരുന്നു മടുത്തപ്പോൾ നീലിമ ഫോണെടുത്ത് കോമഡി വീഡിയോസ് കണ്ടുകൊണ്ടിരുന്നു. അപ്പോഴാണ് അവൾക്ക് അറിയാത്ത നമ്പറിൽ നിന്ന് ഒരു കോള് വരുന്നത്. നീലിമ സംശയത്തോടെ കോൾ എടുത്തു. ഹലോ, ഹിയർ ദിസ് നീലിമ. യാ, നീലിമയാണ്. ഞാൻ സ്റ്റാർഡം മീഡിയയിലെ മാനേജറാണ് സംസാരിക്കുന്നത്.
ഇയാളെ ഞങ്ങളുടെ കമ്പനിക്ക് ആവശ്യമുണ്ടെന്ന് പറയാനാണ് വിളിച്ചത്. മറുതലക്കിൽ നിന്ന് മാനേജർ പറഞ്ഞു. അത് കേട്ട് നീലിമയ്ക്ക് ആകെ അമ്പരപ്പ് തോന്നി. അങ്ങോട്ട് ചെന്ന് അന്വേഷിച്ചപ്പോൾ ഒന്നും തീരുമാനമായിട്ടില്ലെന്നാണ് പറഞ്ഞത്. വളരെ പെട്ടെന്ന് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. സാർ സത്യാണോ? നീലിമ അമ്പരപ്പ് മാറാതെ ചോദിച്ചു. അതെ, നാളെ തന്നെ വന്ന് ജോയിൻ ചെയ്തോളൂ, മാനേജർ പറഞ്ഞു. ശരി സാർ. താങ്ക്സ്. നീലിമയ്ക്ക് വളരെ സന്തോഷമായി. ഒരു ജോലിക്കായി അവൾ അത്രമാത്രം ആഗ്രഹിച്ചിരുന്നു. മിക്ക കമ്പനികളും തന്നെ എടുക്കാതിരുന്ന സമയത്ത് ആകെ ഉണ്ടായിരുന്ന പ്രതീക്ഷ സ്റ്റാർഡം മീഡിയയായിരുന്നു. അതും കൈവിട്ടു പോകുമെന്നാണ് കരുതിയിരുന്നത്. പക്ഷേ ഇപ്പോൾ തനിക്ക് ഒരു ഇന്റർവ്യൂ പോലും ഇല്ലാതെ ജോലി കിട്ടിയിരിക്കുന്നു. എന്റെ ഈശ്വര, ഞാൻ ഇതിനെങ്ങനെ നന്ദി പറയും? അപ്പോൾ അശ്വിൻ താഴെ നിന്നും മുകളിലേക്ക് കയറി വരുന്നുണ്ടായിരുന്നു. അമ്മ ഒറ്റയ്ക്ക് നിന്ന് സംസാരിക്കുന്നത് കണ്ട അശ്വിൻ അവളുടെ അടുത്തേക്ക് വന്നു. അമ്മ ആരോടാ സംസാരിക്കുന്നേ? അവൻ ചോദിച്ചു. അവന്റെ കൊഞ്ചിലുള്ള സംസാരം കേട്ട നീലിമ അവനെ ഉടനെ എടുത്തുയർത്തി. അച്ചുകുട്ട, അമ്മക്ക് ജോലി ശരിയായടാ. നീലിമ ഉച്ചത്തിലാണ് അത് പറഞ്ഞത്. അവൾക്ക് അത്രമാത്രം സന്തോഷമുണ്ടായിരുന്നു. എനിക്കറിയാലോ എന്റെ അമ്മയ്ക്ക് ജോലി കിട്ടുമെന്ന്. അശ്വിൻ അവളുടെ കവളിൽ ഉമ്മ വെച്ചുകൊണ്ട് പറഞ്ഞു. എന്റെ മോനെ, ഇനി എന്ത് വേണമെങ്കിലും അമ്മക്ക് ഇനി വാങ്ങിത്തരാൻ പറ്റുമല്ലോ. നീലിമ സന്തോഷത്തോടെ അവനോട് പറഞ്ഞു. നീലിമയും കുഞ്ഞും ഉച്ചത്തോടെ സന്തോഷത്തിൽ സംസാരിക്കുന്നത് താഴെ നിന്നും മല്ലിക കേൾക്കുന്നുണ്ടായിരുന്നു. അവർക്കല്പം അകലെയായി സിദ്ധാർത്ഥ് പത്രം വായിക്കുന്നുണ്ട്. മല്ലിക അവന് കുടിക്കാൻ ചായയുമായി വരുന്ന വഴിയാണ് അശ്വിനും നീലിമയും ഉറക്കെ സംസാരിക്കുന്നത് കേൾക്കുന്നത്. ഈശ്വര, സിദ്ധുക്കുഞ്ഞിന് ദേഷ്യം വന്ന് കാണല്ലേ, മല്ലിക മനസ്സിൽ പറഞ്ഞുകൊണ്ട് ചായ സിദ്ധാർത്ഥിന് നീട്ടി. സിദ്ധാർത്ഥ് ചായ വാങ്ങി. അവൻ നീലിമയും അശ്വിനും സംസാരിക്കുന്നത് കേട്ടിട്ടും ദേഷ്യപ്പെടുന്നില്ലെന്ന് കണ്ടപ്പോൾ മല്ലികയ്ക്ക് അത് പഴയ സിദ്ധാർത്ഥ് തന്നെയാണോ എന്ന് അതിശയം തോന്നി. ഇപ്പോഴാണ് മോനെ ഇതൊരു വീടായത്, മല്ലിക പറഞ്ഞു. സിദ്ധാർത്ഥ് പത്രത്തിൽ നിന്ന് കണ്ണെടുത്തുകൊണ്ട് അവരെ നോക്കി. അശ്വിന്റെ ചിരിയും നീലിമയുടെ കൊഞ്ചലുമെല്ലാം മുകളിൽ നിന്ന് അപ്പോഴും കേൾക്കുന്നുണ്ടായിരുന്നു. അവര് ഭക്ഷണം കഴിച്ചോ? സിദ്ധാർത്ഥ് അന്വേഷിച്ചു. ഇല്ല, ഞാൻ വിളിച്ചപ്പോ അച്ചുട്ടി സിദ്ധുമോന്റെ കൂടെ കഴിക്കുന്നുള്ളെന്നാ പറഞ്ഞ്, മല്ലിക പറഞ്ഞു. അപ്പോൾ നീലിമയും അശ്വിനും അവിടേക്ക് ഇറങ്ങി വന്നു. സിദ്ധാർത്ഥ് താഴെ ഇരിക്കുന്നത് കണ്ട നീലിമ ആകെ പേടിച്ചു. അവൻ അവിടെയില്ലെന്ന് കരുതിയാണ് അത്രയ്ക്കും ഉറക്കെ സംസാരിച്ചത്. എന്റെ ദൈവമേ, ഇയാൾ ഇവിടെ ഉണ്ടായിരുന്നോ? ദേഷ്യം വന്ന് കാണുവോ എന്തോ, നീലിമ മനസ്സിൽ പറഞ്ഞു. അവളെ കണ്ട സിദ്ധാർത്ഥ് പത്രത്തിൽ നിന്ന് തലപൊക്കി നോക്കി. അശ്വിൻ നീലിമയുടെ കയ്യിൽ നിന്നിറങ്ങി സിദ്ധാർത്ഥിന്റെ അടുത്തേക്ക് പോയി. ഡാഡി, അമ്മയ്ക്ക് ജോലി കിട്ടി, അശ്വിൻ കൊഞ്ചലോടെ പറഞ്ഞു. ആഹാ, അച്ചോട്ടന്റെ അമ്മയ്ക്ക് ജോലി കിട്ടിയതിന് അച്ചോട്ടൻ ഞങ്ങൾക്ക് എന്താ തരാൻ പോകുന്നത്? മല്ലിക കുഞ്ഞിനെ എടുത്തുകൊണ്ട് ചോദിച്ചു. ഞാൻ ചെറിയ കുഞ്ഞല്ലേ, വളർന്നു വലിയ ആളായിട്ട് എനിക്ക് ജോലിയായ മല്ലിക മുത്തശ്ശിക്ക് എന്ത് വേണമെങ്കിലും വാങ്ങിത്തരാട്ടോ, അശ്വിൻ പറഞ്ഞു. അത് കേട്ട് ആ സ്ത്രീയുടെ കണ്ണു നിറഞ്ഞു. സിദ്ധാർത്ഥിന്റെ കുട്ടിക്കാലം മുതൽ അവനെ നോക്കി വളർത്തിയത് മല്ലികയാണ്. ഇപ്പോൾ അവന്റെ രൂപസാദൃശ്യമുള്ള ഈ കുഞ്ഞിനെയും നീ സിദ്ധാർത്ഥിന്റെ മകൻ ആണെങ്കിലും ഇല്ലെങ്കിലും ഞാൻ നിന്നെ അങ്ങനെയേ കാണൂ കുട്ടി, മല്ലിക അശ്വിനെ ചേർത്ത് പിടിച്ച് മുത്തം കൊടുത്തുകൊണ്ട് മനസ്സിൽ പറഞ്ഞു. മല്ലികയുടെ കണ്ണു നിറഞ്ഞത് മറ്റാരും കണ്ടില്ല. അശ്വിൻ പറഞ്ഞ മറുപടി കേട്ട് സിദ്ധാർത്ഥ് അവനെ അഭിമാനത്തോടെ അവനെ നോക്കി. വാ മക്കളെ, കഴിക്കാനെടുക്കാം, മല്ലിക അതും പറഞ്ഞുകൊണ്ട് അശ്വിനെയും എടുത്ത് അവിടെ നിന്നും പോയി. നീലിമ അപ്പോൾ സിദ്ധാർത്ഥിന്റെ നേർക്ക് നോക്കി. ജോലി കിട്ടിയ സന്തോഷം അവളുടെ മുഖത്ത് കാണാമായിരുന്നു. അത് ശ്രദ്ധിച്ച് സിദ്ധാർത്ഥ് പറഞ്ഞു. അല്ല, നീയല്ലേ ആ കമ്പനി മുതലാളിയെ കുറെ കുറ്റം പറഞ്ഞത്, എന്നിട്ടിപ്പോ എന്തായി? സിദ്ധാർത്ഥ് പറഞ്ഞത് കേട്ട് നീലിമയ്ക്ക് കുറ്റബോധം തോന്നി. അങ്ങനെയൊന്നും പറയേണ്ടിയിരുന്നില്ല എന്ന് അവൾക്ക് തോന്നി. അതു പിന്നെ ആ പുള്ളി ഇത്ര നല്ല ആളാണെന്ന് എനിക്കറിയോ? ഞാൻ എനിക്ക് ജോലി തരാത്ത ദേഷ്യത്തിൽ പറഞ്ഞതാ, നീലിമ കുറ്റബോധത്തോടെ പറഞ്ഞു. അപ്പോഴും സിദ്ധാർത്ഥാണ് ആ മുതലാളി എന്ന് അറിയാതെയാണ് അവൾ സംസാരിച്ചത്. അവൾക്ക് മനസ്സിലൊന്നും ഒളിച്ചു വെക്കാൻ കഴിയില്ല എന്ന് സിദ്ധാർത്ഥിന് മനസ്സിലായി. എന്താണോ മനസ്സിൽ തോന്നുന്നത് അത് തുറന്നു പറയുന്ന പ്രകൃതമാണ് നീലിമയ്ക്ക്. അത് സിദ്ധാർത്ഥിന് വളരെ ഇഷ്ടമായി. ഇതാണ് ഞാൻ പറഞ്ഞത്, കാര്യമറിയാതെ ഒരാളെയും കുറ്റപ്പെടുത്തുന്നത് നല്ലതല്ലെന്ന് സിദ്ധാർത്ഥ് പറഞ്ഞു. ഞാൻ ഇനി അദ്ദേഹത്തെ കുറ്റം പറയില്ല. നേരിട്ട് കണ്ടാൽ ഒരു നന്ദി പറയണമെന്നുണ്ട്. അത്ര വലിയ സഹായമാണ് എനിക്ക് ഈ ജോലി, നീലിമ പറഞ്ഞു. അവൾ വളരെ ആത്മാർത്ഥമായാണ് സംസാരിക്കുന്നതെന്ന് സിദ്ധാർത്ഥ് ശ്രദ്ധിച്ചു. ഇത്ര വലിയ സൗകര്യമുള്ള വീട്ടിലെത്തിയിട്ടും അവൾക്ക് സ്വന്തമായി ജോലി ചെയ്ത് സമ്പാദിക്കണമെന്നൊക്കെയാണ് ആഗ്രഹം. ആ കാര്യത്തിലും സിദ്ധാർത്ഥിന് നീലിമയോട് ഭയങ്കര മതിപ്പ് തോന്നി. പൈസ കണ്ട് കൂടെ കൂടുന്ന പെൺകുട്ടികളിൽ നിന്നും വളരെ വ്യത്യസ്തതയാണ് നീലിമ എന്നവന് നേരത്തെ ബോധ്യമായതാണ്. അപ്പോഴേക്കും മല്ലിക ഭക്ഷണം എടുത്തു വെച്ചിരുന്നു. സിദ്ധാർത്ഥ് എഴുന്നേറ്റ് അവിടേക്ക് നടന്നു. എന്തേ, കഴിക്കാൻ വരുന്നില്ലേ? മടിച്ചു നിൽക്കുന്ന നീലിമയെ കണ്ട് സിദ്ധാർത്ഥ് ചോദിച്ചു. ആ, വരുവാ, നീലിമ പറഞ്ഞു. നീലിമ അവന് പിന്നാലെ നടന്നു. അവളുടെ ഓരോ പ്രവൃത്തിയും സിദ്ധാർത്ഥ് വീക്ഷിക്കുന്നുണ്ടായിരുന്നു. അവളും അശ്വിനും ആ വീട്ടിലേക്ക് വന്നതിൽ പിന്നെ തന്റെ ജീവിതത്തിൽ ഇതുവരെ ഇല്ലാത്ത സ്വസ്ഥത കൈവന്ന പോലെ സിദ്ധാർത്ഥിന് തോന്നി. മല്ലികാമ്മ പറഞ്ഞത് ശരിയാണ്. അവർ വരുന്നതിനു മുമ്പ് ആ വീട് ഒരു വലിയ കെട്ടിടമായിരുന്നു.
ഇപ്പോഴാണ് അതൊരു ശരിക്കും ഒരു വീടായത്. നീലിമ സിദ്ധാർത്ഥ് ഇരുന്നതിന്റെ നേരെ എതിരെ ചെന്നിരുന്നു. അശ്വിനും മല്ലികയും അടുത്തടുത്താണ് ഇരുന്നത്. നീലിമ അപ്പോ അശ്വിനെ കുറിച്ചാണ് ചിന്തിച്ചത്. ജോലിയായ സ്ഥിതിക്ക് ഇനി അവനെ സ്കൂളിൽ ചേർക്കണം. പണ്ട് ഓസ്ട്രേലിയയിലായിരുന്നപ്പോൾ കിൻഡർ ഗാർഡനിൽ പോവാൻ താല്പര്യം വളരെ കുറവായിരുന്നു. എന്നിട്ടും താൻ നിർബന്ധിച്ചാണ് അവനെ പറഞ്ഞു വിട്ടിരുന്നത്. നീലിമ അതിനെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കെ സിദ്ധാർത്ഥ് ചോദിച്ചു, അല്ല ഇനിയെന്താ പ്ലാൻ? അച്ചുവിനെ സ്കൂളിൽ ചേർത്തൂടെ? സിദ്ധാർത്ഥ് ചോദിച്ചത് കേട്ട് നീലിമ തരിച്ചു നിന്നുപോയി. ഷടാ, ഞാനിപ്പോ മനസ്സിൽ ചിന്തിച്ച അതേ കാര്യമാണല്ലോ ഇയാൾ പറയുന്നത്. നീലിമ ആലോചിച്ചു. മറുപടി കേൾക്കാതെ ആയപ്പോൾ സിദ്ധാർത്ഥ് അവളെ നോക്കി. തന്റെ മുഖത്തേക്ക് അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്ന നീലിമയാണ് അപ്പോൾ അവൻ കാണുന്നത്. അല്ല, ചോദിച്ചത് കേട്ടില്ലേ? സിദ്ധാർത്ഥ് ചോദിച്ചു. ആ കാര്യമായിരുന്നു ഞാനും ആലോചിച്ച്. പിന്നെ എനിക്കിവിടെ അധികം സ്കൂളൊന്നും പരിചയമില്ല, എവിടെ ചേർക്കൊന്നറിയില്ല. നീലിമ പറഞ്ഞു. അതിനിപ്പോ എന്താ മോളിത്ര ആലോചിക്കാൻ? ഞാൻ നാളെ ഒന്ന് അന്വേഷിക്കട്ടെ. ഇവിടെ നിന്നും അധികം ദൂരമില്ലാത്ത ഏതെങ്കിലും സ്കൂള് നോക്കാം. മല്ലിക പറഞ്ഞു. അയ്യോ, മല്ലികാമ്മ എന്തിനാ ബുദ്ധിമുട്ടുന്നേ? ഞാൻ അന്വേഷിക്കും, നീലിമ പറഞ്ഞു. മല്ലികക്ക് ആ വീട്ടിൽ തന്നെ ഒരുപാട് ജോലിയുണ്ടെന്ന് നീലിമയ്ക്ക് അറിയാവുന്നതാണ്. അതുകൊണ്ട് അവരെ ബുദ്ധിമുട്ടിക്കാൻ അവൾക്ക് തോന്നിയില്ല. എനിക്കൊരു ബുദ്ധിമുട്ടില്ല മോളെ. അച്ഛന്റെ കാര്യല്ലേ, അത് മല്ലികാമ്മ നോക്കട്ടെ. ആ കാര്യത്തിൽ ടെൻഷൻ വേണ്ട, സിദ്ധാർത്ഥ് പറഞ്ഞു. മല്ലികക്ക് അത് കേട്ടപ്പോ സന്തോഷം തോന്നി. മല്ലിക കല്യാണം കഴിച്ചിട്ടില്ല. അവർക്ക് മറ്റു ബന്ധുക്കളുമില്ല. സിദ്ധാർത്ഥിനും കുടുംബത്തിനും വേണ്ടിയാണ് അവർ ജീവിച്ചത് തന്നെ. എന്നാ മല്ലികാമ്മ തന്നെ നോക്കിക്കോ, നീലിമ സന്തോഷത്തോടെ പറഞ്ഞു. ഭക്ഷണശേഷം സിദ്ധാർത്ഥ് അവന്റെ ഓഫീസിലേക്ക് പോയി. മല്ലിക അശ്വിനൊപ്പം ഹോളിലേക്കും പോയി. നീലിമ പിന്നെയും ഒറ്റയ്ക്കായി. അപ്പോൾ അവൾ സ്റ്റാർഡം മീഡിയയിൽ വിളിച്ചിട്ട് അവിടെയുള്ള മോഡൽസിന്റെ ലിസ്റ്റും ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസും ചോദിച്ചു. സാധാരണ ആദ്യ ദിവസം തന്നെ അങ്ങനെ ഒരു ലിസ്റ്റ് അവർ കൊടുക്കാറുള്ളതല്ല. പക്ഷെ നീലിമയ്ക്ക് ആ ഫീൽഡിൽ ജോലി ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് അവർ ജോലിക്ക് കയറും മുമ്പേ അതൊക്കെല്ലാം അറിഞ്ഞിരിക്കുന്നത് നല്ലതാണെന്ന് മാനേജർക്ക് തോന്നി. അയാൾ നീലിമ ചോദിച്ച എല്ലാ വിവരങ്ങളും അവൾക്ക് മെയിൽ ചെയ്ത് കൊടുത്തു. ഇനി എന്തെങ്കിലും വേണമെങ്കിൽ കുട്ടി ചോദിച്ചോളൂ, മാനേജർ പറഞ്ഞു. ഷടാ, ഇയാൾ വളരെ നല്ലവനാണല്ലോ. പുതിയ ജോയിന് ചോദിച്ചപ്പോൾ തന്നെ എല്ലാ വിവരങ്ങളും തരുന്നുവല്ലോ. നീലിമ മനസ്സിൽ ആലോചിച്ചു. അവൾക്കപ്പോഴും അത് സിദ്ധാർത്ഥിന്റെ കമ്പനിയാണെന്ന് അറിയില്ലായിരുന്നു. വൈകാതെ നീലിമ മോഡൽസിന്റെ ലിസ്റ്റുകൾ തിരയാൻ തുടങ്ങി. അതിൽ ലേഡീസ് മോഡൽസിലുള്ളതിൽ പകുതിയും ക്വാളിഫിക്കേഷൻ ഇല്ലാത്തവരായിരുന്നു. വെറുതെയല്ല കമ്പനി നഷ്ടത്തിലായത്. ഗ്ലാമർ മാത്രം നോക്കിയാണോ ഇവിടെ ജോലിക്ക് ആളെ എടുക്കുന്നത്? നീലിമ സ്വയം പറഞ്ഞു. സ്ത്രീകളുടെ ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞപ്പോൾ അവൾ പുരുഷന്മാരുടെ ലിസ്റ്റ് നോക്കാൻ തുടങ്ങി. അതിൽ ഒരു പ്രൊഫൈൽ കണ്ട് നീലിമ അയാളുടെ ക്വാളിഫിക്കേഷൻ ചെക്ക് ചെയ്തു. സീരിയലുകളിൽ അഭിനയിക്കുന്ന അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള സൂര്യ എന്നയാളുടെ പ്രൊഫൈലായിരുന്നു അത്. നീലിമ ആ പ്രൊഫൈലിലുള്ള ഓരോ കാര്യവും ചെക്ക് ചെയ്തുകൊണ്ടിരുന്നു.